സംസ്ഥാനത്തെ ജയിലുകളിൽ കുറ്റവാളികൾ അധികമാണെന്ന് അന്വേഷണ കമ്മീഷൻ. ജയിലുകളിൽ 38% കുറ്റവാളികൾ അധികമാണ്. അടിയന്തരമായി പുതിയ സെൻട്രൽ ജയിൽ നിർമ്മിക്കണമെന്നും ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നും ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം അന്വേഷിക്കുന്ന കമ്മീഷൻ ശുപാർശ ചെയ്തു. ജയിലുകളിലെ സുരക്ഷാ വീഴ്ചയെ ഒഴിവാക്കാൻ അടിയന്തര നടപടി വേണമെന്നും അന്വേഷണ കമ്മീഷൻ അംഗം ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ജയിലിലെ അന്തേവാസികളുടെ എണ്ണം ജയിലിൻ്റെ കപ്പാസിറ്റിയിൽ ഒരു 10-35% പോലും കൂടുതലാണ്. ഏകദേശം 40% കൂടുതലാണ്. 7,800 പ്രിസണേഴ്സിനെ ഉൾക്കൊള്ളാവുന്ന 57 ജയിലുകളിൽ ഇപ്പോൾ 10,800 മറ്റേ ഉണ്ട് പ്രിസണേഴ്സ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ തീർച്ചയായിട്ടും ഒരു ജയില് പ്രധാനമായിട്ടും ഇപ്പം ഒരു ജയിലിൻ്റെ ആവശ്യകത വേണ്ടത് പത്തനംതിട്ട ജില്ലയിലോ ആ പ്രദേശത്താണ്. അതായത് പഴയ തിരുവിതാംകൂറിൻ്റെ മധ്യഭാഗത്തായിട്ട് ആയിരിക്കും ഒരു ജയിൽ ഐഡിയലായിട്ട് ലൊക്കേറ്റ് ചെയ്യാവുന്നത്. ജയിൽ ചാടുക എന്ന് പറഞ്ഞാൽ അത് സാധാരണ സംഭവിക്കുന്നതല്ല. സർക്കാർ പറഞ്ഞിട്ടുള്ളത് പ്രധാനമായിട്ടും ഏത് സാഹചര്യത്തിലാണ് ഈ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത്. അപ്പോൾ മുഖ്യമായിട്ടും ഞങ്ങൾ നോക്കുന്നത്, ആദ്യം ഞങ്ങളുടെ വിസിറ്റ് വെച്ചേക്കണത് ഈ 19-20 തീയതിയായിട്ട് ഞങ്ങൾ കണ്ണൂരിലെ സെൻട്രൽ പ്രിസൺ കാണും. അതായത് ഇയാളുടെ സെല്ല്, ആ പ്രിസണിലെ സാഹചര്യം, അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ, എന്തെല്ലാം അപാകതകളാണ് ഇങ്ങനൊരു സാഹചര്യം അവിടെ ഉണ്ടാകാൻ കാര്യം, ഇയാൾക്ക് ജയിൽ ചാടാനുള്ള ഒരു അവസരം കിട്ടിയത് എങ്ങനെയാണ്. കണക്കുകൾ നോക്കിയാൽ കേരളത്തിലെ ജയിലുകളുടെ അംഗീകൃത പാർപ്പിട ശേഷി 7,367 ആണ്. എന്നാൽ 10,375 തടവുകാരെയാണ് നിലവിൽ പാർപ്പിച്ചിരിക്കുന്നത്. ലേബി സജീന്ദ്രനും അരുൺ സോളമനും വിശദമായ വിവരങ്ങൾ നൽകാനായി ചേരുന്നു. ആദ്യം ലേബിയിലേക്കാണ്. ലേബി, ഈ ജയിലുകളിലെ കുറ്റവാളികൾ അധികമാണെന്നുള്ള അന്വേഷണ കമ്മീഷന്റെ നിലവിലുള്ള വിലയിരുത്തൽ കണ്ടെത്തലൊക്കെ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഒരു കൊടും കുറ്റവാളി വളരെ ലാഘവത്തോടെ ജയിൽ ചാടിയ കാഴ്ച കേരളം ഞെട്ടലോടെയാണ് കണ്ടത്. അപ്പോൾ ജയിലുകളിൽ സുരക്ഷയൊരുക്കുന്ന കാര്യത്തിൽ ഈ കുറ്റവാളികളുടെ എണ്ണവും അവരെ പാർപ്പിക്കാൻ തക്ക സൗകര്യങ്ങളും ഒക്കെ ഉണ്ടോ എന്നുള്ളതും അവരുടെ എണ്ണം ഇത് രണ്ടും ചേർന്നു പോകുന്നുണ്ടോ എന്നുള്ളതും ഒക്കെ നോക്കേണ്ട കാര്യമാണല്ലോ. തീർച്ചയായും റോഷ്നി, കാരണം ഒരു ജയിലിന് അല്ലെങ്കിൽ സംസ്ഥാനത്തെ ജയിലുകൾക്ക് താങ്ങാവുന്നതിലും 40% അധികം കുറ്റവാളികൾ ഇപ്പോൾ ഈ ജയിലുകളിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ബാഹുല്യം മനസ്സിലാകുമല്ലോ. തടവ് പുള്ളികളുടെ ബാഹുല്യം താങ്ങാൻ സംസ്ഥാനത്തെ ജയിലുകൾക്കാകുന്നില്ല എന്നുള്ള കമ്മീഷന്റെ കണ്ടെത്തൽ തീർച്ചയായും ഗൗരവകരം തന്നെയാണ്. ഇത് വളരെ സീരിയസ് ആയി തന്നെ ചർച്ച ചെയ്യേണ്ട വിഷയവുമാണ്. അതുമാത്രമല്ല റോഷ്നി, ഇത്തരത്തിൽ ഈ ജയിലുകളുടെ തടവ് പുള്ളികളുടെ ബാഹുല്യം പരിഹരിക്കാനായി കമ്മീഷന്റെ പ്രാഥമിക വിലയിരുത്തലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ കമ്മീഷൻ നിയോഗിച്ചത്. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരും ജേക്കബ് പുന്നൂസുമാണ് മുൻ DGP ഇതിൽ അംഗങ്ങളായിട്ടുള്ളത്. ഇവർ രണ്ടുപേരും പ്രാഥമികമായ ഇതിന്റെ മീറ്റിംഗ് കഴിഞ്ഞു. അതിനുശേഷം എല്ലാ രേഖകളും പരിശോധിച്ചതിന് ശേഷമുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കമ്മീഷന്റെ വിലയിരുത്തൽ അത് മാത്രമല്ല, ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ നേരത്തെയും പല ജയിലുമായി ബന്ധപ്പെട്ട കമ്മീഷനിലൊക്കെ ഇരുന്നതായതുകൊണ്ട് അദ്ദേഹത്തിന് കൃത്യമായി ഈ ജയിലുകളുടെ അവസ്ഥ അറിയുകയും ചെയ്യാം. അതുകൊണ്ടാണ് അത് വ്യക്തമായി തന്നെ അദ്ദേഹം പറയുന്നത് ജയിലുകളുടെ അവസ്ഥ വളരെ മോശമാണ്. ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ സുരക്ഷാ വീഴ്ച വരുന്നതിന് പ്രധാന കാരണങ്ങളിലൊന്നും ഇതാണ്. തടവ് പുള്ളികൾക്ക് ആനുപാതികമായ രീതിയിൽ ഇവിടെ ഉദ്യോഗസ്ഥരെ വേണ്ടതുണ്ട് ജയിലുകളിൽ. അതിന് പറ്റുന്നില്ല. അപ്പൊ ജയിൽ ഉദ്യോഗസ്ഥരെ നിയമിക്കണം, ജയിലിലെ സുരക്ഷ ഉറപ്പാക്കണം, എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അതിനേക്കാൾ ഉപരിയായി ഏറ്റവും ഗൗരവകരമായി കമ്മീഷൻ ഈ ഘട്ടത്തിൽ പ്രാഥമികമായി ചൂണ്ടിക്കാണിക്കുന്നത് ഈ കാര്യമാണ്. തടവ് പുള്ളികളുടെ ബാഹുല്യം പരിഹരിക്കാൻ നടപടി വേണം. ഇത്തരത്തിൽ 40%-ലധികം തടവ് പുള്ളികൾ, ശേഷിയുള്ളതിലധികം തടവ് പുള്ളികൾ ഇത്തരത്തിൽ ജയിലുകളിൽ തുടരുമ്പോൾ സുരക്ഷാ വീഴ്ച ഉണ്ടാകാനുള്ള സാധ്യത ഏറുകയാണ്. ഇതിന് പരിഹാരമായി സംസ്ഥാന സർക്കാർ തന്നെ ഒരു സെൻട്രൽ ജയിൽ കൂടി നിർമ്മിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. ആ തീരുമാനം ഏറ്റവും പെട്ടെന്ന് പ്രാബല്യത്തിലാക്കുക എന്നത് മാത്രമാണ് ഇതിന് പരിഹാരം. അതിനാണ് അദ്ദേഹം ഇതിന്റെ ജയിലുകളുടെ ഒരു ക്രമം അനുസരിച്ച്, അല്ലെങ്കിൽ ജയിൽ രണ്ട് ജില്ലകൾക്ക് ജില്ലാ ജയിലില്ല, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് കമ്മീഷൻ ഇത്തരത്തിൽ പറയുന്നത്. പത്തനംതിട്ട ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു സെൻട്രൽ ജയിൽ കൂടി വരിക എന്നത് വളരെ അഭികാമ്യമാണ്. ഇതിലുള്ള നടപടികൾ ഏറ്റവും പെട്ടെന്ന് സർക്കാർ തീരുമാനിക്കുന്നത്. ഇതൊക്കെ കമ്മീഷന്റെ റിപ്പോർട്ടിൽ ഉണ്ടാകും. ഏതായാലും കമ്മീഷൻ റിപ്പോർട്ടിൽ അടുത്ത 19-20 തീയതികളിലാണ് ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ വിസിറ്റ് നടത്തുന്നത്. അന്ന് ഇത് കൃത്യമായി പരിശോധിച്ച് എന്തൊക്കെ സുരക്ഷാ വീഴ്ച പറ്റി, ഏതെങ്കിലും രീതിയിൽ പുറത്തുനിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടോ, എന്താണ് ഇത്രയും സുരക്ഷ ഉറപ്പാക്കുന്നുണ്ട് എന്ന് പറയുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന്
നിന്ന് എങ്ങനെയാണ് ഗോവിന്ദചാമി ചാടി രക്ഷപ്പെട്ടത്? ഇത് വിലയിരുത്താനാണ് അടുത്ത 19, 20 തീയതികളിൽ കമ്മീഷൻ നേരിട്ട് അവിടെ എത്തി കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ പരിശോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രാഥമികമായി ഇത്തരത്തിൽ തടവ് താങ്ങാവുന്നതിലും 40% അധികം തടവ് പുള്ളികൾ ഇപ്പോൾ ഇത്തരത്തിൽ കേരളത്തിലെ ജയിലുകളിൽ ഉണ്ട്. അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 38% എന്ന് അദ്ദേഹം പറയുന്നു. ഏതായാലും കണക്കുകളിലേക്ക് നമുക്ക് പോകാം. ലേബി സജീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകി.